അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഹൈപ്പർവേഴ്സ് 3ൻ്റെ ബേറ്റ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 5-8 ഡിവൈസിന് ഒരു റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഹൈപ്പർവേഴ്സ് 3ലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എടാ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഹൈപ്പർവേഴ്സ് 3ലെ കീ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വെച്ചാൽ അവരെ ലോക്ക് സ്ക്രീനിൽ വരുന്നതും പിന്നെ ഇക്കോ സിസ്റ്റം നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. ഞാനത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ ഐക്കൺസിലെല്ലാം ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പർ വോയ്സിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ഹൈപ്പർ വോയ്സ് വണ്ണ് വന്ന സമയം എന്ന് വെച്ചാൽ ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ വലിയ പ്രശ്നം തന്നെ. കാരണം ഹൈപ്പർ വോയ്സിൽ 1ൽ നല്ല ഹീറ്റിംഗ് ഉണ്ട്. ബട്ട് ഹൈപ്പർ വോയ്സ് 2 ലോഞ്ച് ചെയ്ത സമയം എന്ന് വെച്ചാൽ അവർ നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട്. ഹീറ്റിംഗ് നല്ലോണം കൺസിസ്റ്റായി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ലോഞ്ചറെല്ലാം കാര്യത്തിൽ കുറച്ച് നല്ല സ്മൂത്തും നല്ല ഫീലാണ്. അതിൻ്റെ അകത്ത് പോക്കോ ലോഞ്ചറിന് കുറച്ച് പ്രോബ്ലം. ബട്ട് ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏപ്രിലിൽ അവർ അപ്ഡേറ്റ് റോൾ ചെയ്ത സമയം എന്ന് വെച്ചാൽ അവരതും സെറ്റാക്കിയിട്ടുണ്ട്. ഹൈപ്പർ വോയ്സ് ലോഞ്ചർ പോലെ തന്നെ പോക്കോ ലോഞ്ചർ സെറ്റാക്കിയിട്ടുണ്ട്. ഓവറോൾ ഹൈപ്പർ വോയ്സ് 2 എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസാണ് ഗ്ലോബൽ യൂസേഴ്സിന്. ഞാൻ ഇന്ത്യൻ റോം ഉപയോഗിക്കൽ കുറവാണ്. എന്നാലും ഞാൻ ഉപയോഗിച്ച എക്സ്പീരിയൻസിൽ മോശമൊന്നുമല്ല. ബട്ട് ഗ്ലോബൽ നല്ലോണം അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ എപ്പക്സ് ആഡ് ചെയ്യേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മിയോയിൻ്റെ ഇതിൽ പറയാം. മിയോ 1 മുതൽ മിയോയ് 5 വരെ എന്ന് വെച്ചാൽ കിഡിലൻ സോഫ്റ്റ്വെയറാണ്. അതിനൊന്നും രക്ഷയില്ല. നല്ല എക്സ്പീരിയൻസ്. അവർ ഫസ്റ്റ് ഷവോമി എന്ന് പറഞ്ഞ ഫോണിലല്ല വന്നത്. അവർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഫോണിൻ്റെ കളത്തിലേക്ക് ഇറങ്ങിയത്. ബട്ട് മിയോയ് 11 മുതൽ 14 വരെ എന്ന് വെച്ചാൽ ബഗ്സിൻ്റെ പൂരാണ്. നാട്ടുകാർ തെറി വിളിക്കാൻ ബാക്കി ഉണ്ടായിട്ടില്ല. ഗ്ലോബൽ യൂസേഴ്സിന് യുവിനെ കുറച്ച് ഇതുള്ളൂ. പിന്നെ ചൈനീസ് യൂസേഴ്സ് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് അത്യാവശ്യം കുറച്ച് ബഗ്സും കാര്യങ്ങളാണ്. ബട്ട് അവരുടെ സ്മൂത്തിനൊന്നും കുറവൊന്നും അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് നമ്മൾ ഇന്ത്യൻ യൂസേഴ്സ്, റഷ്യൻ യൂസേഴ്സ് തുടങ്ങിയ എല്ലാവർക്കും വന്ന പണി. ഗ്ലോബൽ യൂസേഴ്സിനും അതിൻ്റെ അത് കുറച്ച് ഞാൻ പറയില്ല, കുറച്ചൊരു ഇതുണ്ടാവും. അപ്പോൾ ഹൈപ്പർ വോയ്സ് 3ലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വീഡിയോ കാണുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ആകുന്നത് അവർ കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സ് കുറച്ചും കൂടി, പിന്നെ ഒരു ഫ്രെയിം ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ആ സാധനം ഉണ്ട്. ബട്ട് നമുക്ക് ഗ്ലോബൽ യൂസേഴ്സിന് ആയിരിക്കുമല്ലോ, ഗ്ലോബൽ ആയാലും ഇന്ത്യ ആയിക്കോട്ടെ ആയിരിക്കും വരുന്നില്ല. ഒരു ഫ്രെയിം ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെറ്റിങ്സിൽ തന്നെ ഫോണിൽ അവൈലബിളാണ്. അത് ചൈനീസ് യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫാസ്റ്റ് ബൂട്ട് റോം ഉപയോഗിക്കുന്നവർക്ക്, ഫാസ്റ്റ് ബൂട്ട് റോം ഉപയോഗിക്കുന്നവർക്കും ആ ഓപ്ഷൻ അവൈലബിളാണ്. ബട്ട് അല്ലാണ്ട് റിക്കവറി റോം ഉപയോഗിക്കുന്നത് നമുക്കൊന്നും അവൈലബിൾ അല്ല ഗ്ലോബൽ യൂസേഴ്സിന്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് വരുന്ന സമയം നല്ലൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഇവർ പുതിയ ഐക്കണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ഗ്ലാസ് UI എഫക്റ്റ് സത്യം പറഞ്ഞാൽ iOSനെ നല്ലോണം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ iOSൻ്റെ ഇവൻറ്റ് കണ്ടിട്ടില്ലേ, 25 വരാൻ പോകുന്ന ആ ഇവൻറ്റിൽ ആ ലോക്ക് സ്ക്രീൻ കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ, ഒരു പടക്കം പൊട്ടുന്നതിന് ഹൈപ്പർ വോയ്സ് 2 നല്ല വെലിഞ്ഞിട്ടുള്ള ആ ഫോണ്ടെല്ലാം ആയിട്ടുള്ള അത് ഹൈപ്പർ വോയ്സ് 2 ഇൻസ്പയർ ചെയ്ത് കോപ്പി അടിച്ചതാണ്. ഈ കാണുന്നതെന്ന് വെച്ചാൽ അവരിപ്പം ആ ഇറങ്ങാൻ പോകുന്ന iOSനെല്ലാം ഇൻസ്പയർ ചെയ്തിട്ടെല്ലാം കൂടി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അകത്ത് ഐക്കൺസ് എല്ലാം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ബട്ട് അവർ നല്ലോണം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലുക്ക് ഉണ്ട്. അതെന്തായിക്കോട്ടെ, ലുക്ക് ഉണ്ട്, നല്ല ലുക്കാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ പാനൽ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളെ കാണുന്ന ബേറ്റയിൽ വന്നേ. ഇനി ഇതിൻ്റെ അകത്ത് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഇവരെ കാര്യം കൊണ്ട് ഇവർ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്ന സ്വഭാവമുള്ള ടീമാണ്. ഇവരെ കഴിഞ്ഞ ഹൈപ്പർ വോയ്സ് 2 നിങ്ങൾക്ക് മനസ്സിലാവും. ആടെ ചില സമയം ഇവർ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ്സ് നല്ലോണം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കോൾ വിളിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഇത് അവൈലബിൾ ആയില്ല. ഷവോമി 14ഉം 15ഉം സീരീസിന് മാത്രമേ വന്നിട്ട്. അത് ഗ്ലോബൽ യൂസേഴ്സിനെ കിട്ടിയെന്നേ ഉള്ളൂ. ഇന്ത്യൻ യൂസേഴ്സിനൊന്നും അതും കിട്ടിയില്ല. ഗ്ലോബൽ പ്ലസ് ചൈന EU ഈ തുടങ്ങിയവർക്ക്. ചൈനയിൽ ഓൾറെഡി ഉണ്ട്. ബട്ട് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു പോകുന്നു. ഇതാണ് കാണുന്നത്. നല്ല ബ്ലർ എല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, താഴെ വരുന്ന ഈ അതായത് ക്യാമറേൻ്റെ ഐക്കണോ ഇപ്പുറം പിന്നെ വാൾപേപ്പർ, അതവരെ ആഡ്സ്, ഗ്ലാൻസ്, അത് നമുക്കിപ്പോൾ കസ്റ്റമൈസ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളിപ്പോൾ ഹൈപ്പർ വോയ്സ് 2.2ലേക്ക് അപ്ഗ്രേഡ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ അടുത്ത സൈഡ് എന്ന് വെച്ചാൽ അവരെ ഇക്കോ സിസ്റ്റം അവർ നല്ലോണം അത് രക്ഷയില്ല കേട്ടോ. ഞാൻ അവരെ ചൈനീസ് ഒരു ചങ്ങായി വീഡിയോ ചെയ്യുന്ന കേട്ടിന്.
ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഞാൻ കാണിച്ചു തരാം. അത്രക്ക് ഗംഭീരാക്കിയിട്ടുണ്ട്. അവരെ ടിവിയിൽ വരെ പക്ഷേ നമുക്ക് ഇവിടെ ടിവി എല്ലാവർക്കും എനക്ക് തോന്നുന്നില്ല ഹൈപ്പർ ഓഎസിലേക്ക് അപ്ഡേറ്റ് കിട്ടീന്ന്. ഇന്ത്യൻ യൂസേഴ്സിന് കിട്ടീനോന്ന് എനക്ക് വലിയ ധാരണയില്ല. ഗ്ലോബൽ യൂസേഴ്സിനുണ്ട് ഹൈപ്പർ ഓഎസ് ടിവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ബട്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എവിടെയും കേട്ടിട്ടുമില്ല ആ ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിട്ടില്ല. പിന്നെ കാര്യമായ ഒരു ഇതെന്ന് വെച്ചാൽ പുതിയ ഇമ്പ്രൂവ്മെൻറ്റ് അവരെ ഡൈനാമിക് ഐലൻഡ്, അതായത് ഷവോമിൻ്റെ സൂപ്പർ ഐലൻഡ് എന്നാണ് അണ്ണന്മാർ വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇതാ ഈ തുടങ്ങിയ സാധനങ്ങൾ അവരെ ഫ്ലൈറ്റ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ പാട്ട് വെച്ചാൽ പിന്നെ ഇവരിപ്പോൾ ഈ അയലൻഡിൽ വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഷവോമിൻ്റെ ഇൻ്റർ കണക്ടിവിറ്റി ഇല്ല. അതായത് അവർ ഇക്കോസിസ്റ്റം ഒന്ന് സെറ്റാക്കുന്നത്, അതായത് അവരുടെ ഡിവൈസ്, അവരെ ഫ്രിഡ്ജ്, ടി വി, എ സി, വാഷിംഗ് മെഷീൻ തുടങ്ങി എന്ത് അവരെ ലാമ്പ് മുതൽ എന്ത് പിണ്ണായിക്ക ആയിക്കോട്ട് അവരെ മറ്റേ ഇതെല്ലാം ഉണ്ട്. നമ്മളെ ഈ പുകയിലെടുക്കുന്ന അതിനൊരു പേര് പറയല്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിനക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യ്. എനിക്ക് പെട്ടെന്ന് ചിമ്മിണി, അതന്നെ സാധനം. അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാം ഇതേപോലെ വിൻഡോ കാണിച്ചു തരും. ഇതിന് കൂടുതൽ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ബീറ്റയിൽ അവർ NFC-നെ ഇതാക്കിയിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അവരെ ഈ ബേറ്റ വെർഷൻ യൂസ് ചെയ്യുന്ന ചൈനീസ് യൂസേഴ്സിൻ്റെ കുറച്ച് ഞാൻ വീഡിയോ ആണ് ഇന്നത്തെ അപ്ഡേറ്റിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഐലൻഡിൽ നമുക്കെല്ലാം ഇട്ട് കളിക്കാനുള്ള ഒരു ഫീച്ചറും വന്നു. പിന്നെ ക്ലോക്ക് റെക്കോർഡ് അതെല്ലാം തുടങ്ങി. പിന്നെ യൂട്യൂബ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഐലൻഡിൽ, അത് കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ അതാണ് പിന്നെയുള്ളതാ. ഇതാണ് അതിൻ്റെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇത് കൈയിട്ട് തന്നിട്ട് ഞാൻ കാണിച്ചു തരാമെങ്കിൽ. പിന്നെ ഇതാ ഈ കാണുന്നത് അത് ഞാൻ പറഞ്ഞ ഐലൻഡ്. പിന്നെ വേറൊരു ചേഞ്ച് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. നമ്മുടെ ബാറ്ററീൻ്റെ ഐക്കൺ മേലെ കാണിക്കുന്നത് പിന്നെ വൈഫൈൻ്റെ ലോഗോ രണ്ടും നല്ലോണം പുതുതായിട്ട് കുറച്ച് കട്ടി കൂട്ടിയിട്ട് നമ്മൾ iOS-നെ കറക്റ്റ് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് രണ്ടും സെറ്റാക്കി. പിന്നെ സൈഡിൽ വരുന്ന ക്ലോക്ക് അത് കുറച്ചും കൂടി ആനിമേറ്റഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾ വീഡിയോ എല്ലാം യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് കിട്ടും. ചൈനീസ് യൂസേഴ്സ് എല്ലാം ആരെല്ലാം ബാറ്റയിൽ ഇൻസ്റ്റാൾ ചെയ്ത ടീമുണ്ട്, അവരെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സൈഡിലുള്ള അത് കുറച്ചും കൂടി നല്ല ആനിമേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെന്ന് വെച്ചാൽ സ്മൂത്താണ്. അത് അവർ പറയുന്നത് നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞത് നല്ല ഹൈപ്പർ എസ് 2-ൽ തന്നെ നല്ല സ്മൂത്ത് തന്നെയാണ് എനിക്ക്. ഞാൻ ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ ഹൈപ്പർ എസ് 2-ൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റിൽ ഹീറ്റിംഗ് കുറച്ചുണ്ടായിന്. ബട്ട് ഹൈപ്പർ എസ് 2.2-ൻ്റെ അപ്ഡേറ്റിൽ വന്നിട്ട് ഹീറ്റിംഗ് എല്ലാം അവർ കുറച്ചിട്ടുണ്ട്. ബട്ട് ബാറ്ററി കുറച്ച് ഡ്രെയിൻ ആയിന് ഒരു 5-8 ദിവസം. പക്ഷേ അതിന് ശേഷം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു. അത് സാധാരണ ഞാൻ അങ്ങനെ കാണില്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഷവോമി 12 ഗ്ലോബൽ വെർഷനിലും പിന്നെ എൻ്റെ ഷവോമി 14 എന്ന് ഒരു ഡിവൈസ് ഉണ്ട്, ഗ്ലോബലാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ബട്ട് 12-ലേനും ഇതുണ്ടായ. പിന്നെ പോരാതെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഒരു സെക്യൂരിറ്റി ഒരു ആപ്പിലൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മുടെ നമുക്ക് ഫോൺ ലേഗാന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് അത്രയും സ്ലോ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് പോയിട്ട് സ്റ്റോറേജ് ഓപ്ഷനിൽ സ്റ്റോറേജ് റിഫ്രഷ് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് ഒപ്റ്റിമൈസേഷൻ അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ആ സമയം എന്ന് വെച്ചാൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന സമയം എന്ന് വെച്ചാൽ ലാഗ് കാര്യങ്ങളെല്ലാം അടിക്കും. അതെന്ന് വെച്ചാൽ നല്ലോണം അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നല്ല രസമാണ്. നല്ലോണം അവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്, അത് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന് വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആൻഡ്രോയിഡ് 13-ഉം 14-ഉം യൂസ് ചെയ്യുന്നവരാകിത് ആ ഓപ്ഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയം റൺ ചെയ്യില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ എപ്പാന്ന് സ്ലോ ഡൗൺ ആകുന്ന ആ സമയം റൺ ചെയ്യുക. മറ്റേതെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 15 യൂസേഴ്സ് ഹൈപ്പർ എസ് 2.2-ലുള്ള എല്ലാ ഹൈപ്പർ എസ് 2-ലായാലും നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് റൺ ചെയ്യേണ്ട ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഐലൻഡിൽ അത് 70-ലും കൂടുതൽ 70ഒന്നുമല്ല, ഇന്ന് കുറേ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ NFC തുടങ്ങിയത്, പിന്നെ അവരെ എക്സ്ട്രാ സംഭവങ്ങൾ പുതിയതെല്ലാം അവരെ ആടുത്തെ ചൈനീസ് ആപ്ലിക്കേഷൻ, പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല ടിക്ടർ, അതുപോലത്തെ അവരെ സാധനങ്ങളെല്ലാം ഈ ഐലൻഡിൽ അവർ പരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ iOS-നെ കറക്റ്റ് കോപ്പി അടിച്ചിട്ട് ഓൾമോസ്റ്റ് കുറേ കോപ്പി തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഏതാ അവരെ നമ്മുടെ ഫേസ് അൺലോക്ക് ചെയ്യുന്ന സമയം കാണിക്കുന്നില്ലേ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ കോളിൻ്റെത്, അതായത് അവരെ ഷവോമി ഡയലറിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഡിസൈൻ ചേഞ്ച് നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് ഈ ഐലൻഡിൽ നമുക്ക് അവർ AC എല്ലാം ഇട്ട് കളിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലോക്ക് സ്ക്രീനിൻ്റെ കാര്യം. ഇതിൻ്റെ സൂപ്പർ സാധനം ലുക്ക്. എനിക്കിത് ഇനി അപ്ഡേറ്റ് വന്നാൽ ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യാം. അപ്ഡേറ്റ് വരാൻ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഷവോമിൻ്റെ 15 സീരീസ് ഗ്ലോബലിൽ അവതരിപ്പിക്കുമ്പോൾ ആ സമയമായിരിക്കും നമുക്കെല്ലാം അപ്ഡേറ്റ് കിട്ടുക. അതിന് മുന്നേ ചിലപ്പം അവർ അൾട്രാ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അപ്ഡേറ്റ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അവർക്ക് വേഗം കിട്ടും, ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ കിട്ടും. കഴിഞ്ഞതിനും അങ്ങനെ തന്നെ 14 അൾട്രക്ക് അതുപോലെ കിട്ടിയത്. 14 അൾട്രക്കല്ല, അവരെ ഫസ്റ്റ് അതിൻ്റെ ബാക്കിലുള്ള 13 അൾട്രക്ക് അങ്ങനെയാണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് ലോക്ക് സ്ക്രീന്.
ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. നല്ലോണം ഇരുന്ന് കസ്റ്റമൈസ് ചെയ്യുക. അത്രയും അവർ ഫ്ലൂയിഡ് ആക്കിയിട്ടുണ്ട്. എല്ലാ ആനിമേഷനെല്ലാം കാണണം. ഈ കാണുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ബേറ്റ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ പിന്നെ ഇത് അവരെ ലോക്ക് സ്ക്രീനിൽ ഇത് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഇത് AI ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ സാധനം വെച്ചിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സമയം ഒരു ഇച്ചിരി ഒരു ടച്ച് ഉണ്ടാവും. നല്ലൊരു ഹ്യൂമൻ ടച്ച് പോലെ ഫീൽ ചെയ്യും. AI ക്രിസ്റ്റലൈസേഷൻ എന്നുള്ളത് കൊടുത്താൽ കറക്റ്റ് നമ്മളൊരു ഈ എഫക്റ്റ് കണ്ടാൽ നമുക്ക് ഗിബ്ലി ഇല്ലേ, അതുപോലെയായിട്ട് നമുക്ക് വേണം പറയാം. ഒരു AI ടച്ച്, കംപ്ലീറ്റ് ഒരു AI ടച്ച് ആയിട്ടുള്ള ഫീല്. ലോക്ക് സ്ക്രീനിൻ്റെ കാര്യത്തിൽ കണ്ടമാനം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അത് ഒരു രക്ഷയില്ല. പിന്നെ ഇതാ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഓപ്ഷനിൽ നമ്മളെ അതിൻ്റെ ഒരു ഇത് സെറ്റ് ചെയ്യാൻ, അതായത് അതിൻ്റെ ഒരു ലുക്സ് സെറ്റ് ചെയ്യാൻ. രണ്ടാമത്തെ ഡെപ്ത്, മൂന്നാമത്തേതാണ് പുതിയ AI എന്നുള്ള ഓപ്ഷൻ. അതാണ് പുതിയ AI എന്ന് പറഞ്ഞത്. അവിടെ തന്നെ നമുക്ക് ആദ്യം എന്ന് വെച്ചാൽ സെറ്റിങ്സ് പോയതിന് ശേഷം, ഈ ആദ്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ ഹൈപ്പർവോയ്സിൻ്റെ AI ഡൈനാമിക് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ കിട്ടൂല. അവരെ 14, 15 സീരീസ്, 13 പ്രോ ആണ് ഇവിടെ ഇറങ്ങിയത്. 13 ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല ഡൈനാമിക് എന്നുള്ള ഓപ്ഷൻ. എന്തായാലും അവരെ 14 സീരീസ് മുതലുള്ളവർക്ക് കിട്ടും. പക്ഷെ അത് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ നമുക്ക് ലോക്ക് സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യേണ്ട ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതങ്ങ് ലുക്ക് വൈസ് ഒരു രക്ഷയില്ല. നല്ലോണം അതിന് ബഗ്സും കൂടി ഇല്ല. പിന്നെ ഞാൻ ഒരു ലീക്ക് കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ചൈനീസ് ട്വിറ്ററിൽ ഞാൻ നോക്കിയൊരു ലീക്ക് കണ്ടതെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് കൊണ്ടുവരുന്നു, ബഗ് ഫ്രീ ആയിരിക്കും, സാംസങ്ങിനെ പോലെ അവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഓൾമോസ്റ്റ് ചൈനീസ് യൂസേഴ്സിന് ഇപ്പോൾ ഹൈപ്പർവോയ്സ് 2 സെറ്റാണ്. അവർക്ക് ഈ വലിയ 4G ബട്ട് നമുക്ക് ഗ്ലോബലിൽ ആടിയടിയും കേൾക്കുന്നുണ്ട്. ബട്ട് മിഡ് റേഞ്ച് ഡിവൈസിൽ ഇന്നും വലിയ സെറ്റൊന്നുമല്ല. എന്നാലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ട്. ബാറ്ററി ഡ്രെയിനും ഫേസ് ചെയ്യുന്ന കുറേ ടീമുണ്ട്. ബട്ട് ഹൈപ്പർവോയ്സ് 2.2ലേക്ക് അപ്ഗ്രേഡ് ചെയ്ത മിഡ് റേഞ്ച് ഡിവൈസിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു ചങ്ങായി റെഡ്മീൻ്റെ നോട്ട് 13 പ്രോ യൂസ് ചെയ്യുന്നുണ്ട്. ഓൻ ഹൈപ്പർവോയ്സ് 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്ത സമയം എന്ന് വെച്ചാൽ നല്ലോണം ബാറ്ററി ഡൈനിങ്ങും ഹീറ്റിങ്ങും ഫേസ് ചെയ്തെന്നാണ് പറഞ്ഞത്. ബട്ട് ഹൈപ്പർവോയ്സ് 2.2ലേക്ക് അപ്ഗ്രേഡ് ചെയ്ത സമയം നല്ലോണം കുറയ്ക്കുന്നുണ്ട് പോലും. ആ ഹീറ്റിങ്ങെല്ലാം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ബാറ്ററി ഡ്രെയിനിങ് കുറച്ച് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അത് ചെറുതായിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. കൂടുതൽ ലോങ് ടൈം ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ ആ എഫക്റ്റ്. കാഷ്വൽ യൂസിങ്ങിനൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ അതും കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ ബാക്കി എന്തെങ്കിലും പറഞ്ഞുതരാം ആ യൂസേഴ്സിന്. പിന്നെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗാലറിയിലാണ്. ഗാലറിയിൽ നല്ല ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല എന്താണെന്ന് പറയണ്ടേ, കുറച്ചും കൂടി ആനിമേറ്റഡ് ആയിട്ടുണ്ട്, ലുക്ക് കൂട്ടിയിട്ടുണ്ട്, സെറ്റിങ്സിൽ കുറച്ചും കൂടി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രിവസിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതും ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല തന്നെയാണ്, നല്ല ലുക്ക് ഉണ്ട്. iOSന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് അവർ ഗാലറിയും പണിയെടുത്തിട്ടുള്ളത്. പിന്നെ ഗാലറിൻ്റെ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടോ, അതായത് ഇതുപോലെ നമുക്ക് കൊണ്ടുവരേണ്ട ഓപ്ഷൻ ഓൾറെഡി ഇപ്പോൾ ഓപ്ഷൻ ഇല്ല. ഹൈപ്പർവോയ്സ് 3ൻ്റെ അപ്ഡേറ്റിൽ ഞങ്ങൾക്ക് ഓപ്ഷൻ കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ ഹൈപ്പർവോയ്സ് 3ൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലീക്ക് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ എന്ന് വെച്ചാൽ ഹീറ്റിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെയും സ്യൂട്ടായി വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹൈപ്പർവോയ്സ് 2.2 ആൻഡ്രോയിഡ് 15 ബേസ്ഡുള്ള യൂസേഴ്സിന് വലിയ സീൻ ഉണ്ടാവില്ല. അവർക്ക് ഓൾമോസ്റ്റ് സ്യൂട്ടായിട്ട് അത് റൺ ചെയ്യും. പിന്നെ സെർച്ച് ഇതൊന്നും പക്ഷെ നമുക്ക് വരൂല. ഇത് ഗാലറി സെർച്ച് അല്ല, ഇത് വരും. ഞാൻ വിചാരിച്ച മറ്റേതാണ്. ഇതെല്ലാം നമുക്ക് ഓൾറെഡി ഇതെല്ലാം വരും. പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന കംപ്ലീറ്റ് നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുമ്പോൾ കാണുന്നില്ല, ഒരു വ്യക്തി നമ്മൾ എത്രയോ വ്യക്തി ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ആക്കുന്ന അതുപോലത്തെ സെറ്റപ്പ് ആടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഫങ്ഷൻ കൺവീനിയൻ്റ്. ഇത് നമുക്ക് ചൈനീസിലായതുകൊണ്ട് തന്നെ തെച്ചും തിരിയുന്നുമില്ല, അത് വേറെ കാര്യമേ. ഇത് പിന്നെ അവരെ ക്യാൻവ, അതായത് ഇത് ഓൾറെഡി ഗ്ലോബലിലും ഇന്ത്യയിലും റോൾ ഔട്ടാണ്. ഇത് നമുക്ക് ഇരുന്ന് ചിത്രമെല്ലാം ഇരുന്ന് വരക്കലും സെറ്റപ്പ് എല്ലാം ചെയ്യാം. ബട്ട് ആപ്പിളിൻ്റെ അത്രത്തോളം അത്ര സംഭവമൊന്നുമില്ല. ആപ്പിളിൻ്റെ സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. നല്ലോണം അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ആ പേഴ്സണലി നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം, നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഒരു ഫീച്ചർ, അതായത് ഇപ്പുറം കാണുന്നതെന്ന് വെച്ചാൽ ഈ 92 km/h എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, ഇതെന്ന് വെച്ചാൽ അവരെ കാറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ അവരെ വാച്ച് കെട്ടി നിങ്ങൾ സൈക്ലിംഗ് അങ്ങനത്തെ ചെയ്യുന്നതെങ്കിൽ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന സമയം വാച്ച് നിങ്ങളുടെ ഫോണായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ വീഡിയോ എടുക്കുന്ന സമയം നമ്മളെ വാച്ചിലുള്ള സാധനം തെറ്റും ഫോണിൽ കാണിച്ചിരുന്ന സെറ്റപ്പാണ് കണ്ടത്. ഇത് ഹേർട്ട് റേറ്റ്, അതായത് ഈ ഹേർട്ട് റേറ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ അവരെ കാറിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ ആനിമേഷൻ ഇനി ഫോണിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും അവരെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ
ഹേർട്ട് റേറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അല്ലാതെ മിഡ് റേഞ്ചിലും ഉണ്ട് കേട്ടോ ആ ഫീച്ചർ. അത് പിന്നെ ടി വി എനിക്ക് ഇന്ത്യയിൽ അത്രത്തോളം ഹൈപ്പർവോയ്സിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഷവമീൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഹൈപ്പർവോയ്സ് 2ൻ്റെ അപ്ഡേറ്റ് കിട്ടിയവരാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയണേ. ഞാൻ കേട്ടിട്ടില്ല ഇന്ത്യയിൽ ഹൈപ്പർവോയ്സ് 2 ടിവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോന്ന് അറിയില്ല. ബട്ട് അവരല്ലേ ഇപ്പം ഇറങ്ങിയൊരു വലിയ OLED പാനൽ ആ 1,00,000 അങ്ങോട്ട് ഇറങ്ങുന്ന അതിന് ഹൈപ്പർവോയ്സ് ഉണ്ട്. അല്ലാതെ ഡിവൈസിൽ നിങ്ങൾക്ക് ആർക്കും കിട്ടിയൊരു എക്സ്പീരിയൻസ് ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് മിനിമൈസ് ചെയ്യാം. ഫോൺ വെച്ചിട്ട് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവരെ ഇൻ്റർകണക്റ്റിവിറ്റി ഞാൻ പറഞ്ഞല്ലോ അത് കംപ്ലീറ്റ്. പിന്നെ ആപ്പിൾ ആയിട്ടും ഉണ്ട്. ഇപ്രാവശ്യം ആപ്പിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ആ ഒരു ഇക്കോസിസ്റ്റം കുറച്ചും ആപ്പിളിലും അവർ ഇതാക്കിയിട്ടുണ്ട്, കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫോൺ വെച്ച് അവരുടെ ആപ്പിൾ ഉള്ളവർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഹൈപ്പർ OSൻ്റെ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെ ജെമിനീൻ്റെ സെയിം സംഭവം. മേലെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്, താഴെ നമ്മളെ ഒരു സ്ക്രീനിനെ ആസ്ക് ചെയ്യുന്നത്, രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ അവർ കൊടുത്തിട്ടുള്ളത്. ഇത് ഷവോമീൻ്റെ ഇതിനെ ചൈനയിൽ വിളിക്കുന്നവർ ഷവോമി എന്നല്ല ഷവോ വിളിക്കുന്നത്. ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഇത് ഓൾറെഡി കഴിഞ്ഞതന്നെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഗ്ലോബലിൽ ഇപ്പോൾ ഒന്നും വരില്ല. ചിലപ്പോൾ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എനിക്കറിയില്ല. എന്നാലും ആ ഒരു ഫീച്ചർ ഉണ്ട്. കുറച്ചും കൂടി നല്ല ആനിമേറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആനിമേഷൻ്റെ എല്ലാം വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഇവർ തന്നെ സൈറ്റിൽ പോയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ചൈനീസ് ജസ്റ്റ് ഒരു വീപ്പിംഗ് ആറ്റ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് അന്നേരം കിട്ടും. ഇത് എടുത്ത് നോക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാ പിന്നെ ഇത് അവരെ ഇതാ അത് നമ്മളിപ്പോൾ ഒരു കാണുന്ന ചോദിച്ചിട്ട് പറയുന്നത് കാര്യങ്ങളെല്ലാം ഈ സാധനം SU7 Ultra എന്ന് പറയുന്ന കാറിനെ പറ്റി ചങ്ങായി എന്തോ ചൈനയിൽ ചോദിച്ചതാണ്. അത് അവിടെ നിന്ന് ഒന്ന് തർജ്ജമ ചെയ്ത് നോക്കിക്കോ, എനിക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം. SU7 Ultra കണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരെ കാറായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. പിന്നെ സർക്കിൾ ടു സെർച്ച്, അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് അവരെ ഷവോയിൽ സർക്കിൾ ടു സെർച്ച് ആണ്. സർക്കിൾ ദി സ്ക്രീൻ എന്നാണ് അവരെ വിളിക്കുന്നത് അങ്ങ് ചൈനയിൽ. ഇതൊന്നും ഗ്ലോബലിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഗ്ലോബലിൽ EUവിൽ വന്നാൽ തന്നെ ഇന്ത്യയിലെല്ലാം ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഹൈപ്പർവോയ്സ് 3 സ്റ്റേബിൾ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിവൈസ് എന്തായാലും 15 അൾട്രയും 15ഉം ആണ്. പിന്നെ ഷോമി പാഡ് 7 പാഡ് 7 അൾട്ര ചൈനയിൽ മാത്രം. അതിൻ്റെ അതൊരു ഗജഗംഭീര ടാബ്ലറ്റാണ്. അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയി പറയേണ്ട, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇത് പിന്നെ അവരെ ഡയറക്ഷൻ കാണിക്കുന്ന ഈ സെറ്റപ്പ് നിങ്ങൾക്ക് എക്സ്ട്രാ തിരിഞ്ഞ് നോക്കാം. അതന്നെ ചൈനയിലായതുകൊണ്ടൊന്നും തിരിയുന്നുമില്ല. ലോ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് അവരെ ഫോൺ നിങ്ങൾ ഷോമീൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ടു ബാക്ക് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ആ ഫയൽ ഷെയർ ആവും. പിന്നെ ഓൾറെഡി എന്ന് പറഞ്ഞാൽ ബീം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഹൈപ്പർവോയ്സ് 1ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചർ ഹൈപ്പർവോയ്സ് ബീം എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ആപ്പിളിൽ എയർ ഡ്രോപ്പ് ഇല്ലേ, അതുപോലെ തന്നെ ചെയ്യില്ല. എയർ ഡ്രോപ്പ് അതായത് ഫോണിൻ്റെ മേലെ ഇങ്ങനെ മുട്ടും ആനിമേറ്റഡ് ആയിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും പോകും, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും പോകുന്നൊരു ബീം. അത് ഗ്ലോബലിലൊന്നും ആ ഫീച്ചർ ഇല്ല. അല്ലാതെ അവർക്കെന്ന് വെച്ചാൽ അവരെ APK ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആ ഫീച്ചർ കാണാനും പറ്റും. ഇതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ബാക്ക് ജസ്റ്റ് ഇതാക്കിയിട്ടാകുമ്പോൾ ആ ഫയൽ നല്ല ആനിമേറ്റഡ് ആക്കിയിട്ടുണ്ട്. നല്ല ആനിമേഷനാണ് ഹൈപ്പർവോയ്സിൻ്റെ. കുറേ ആനിമേഷൻ ഉണ്ട്. ഈ നമ്മളെ അവരെ ക്ലോക്ക് റെക്കോർഡർ ഈ ആപ്പിലൊന്നും എന്ന് വെച്ചാൽ ഫീച്ചർ കാണാൻ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അവർ ഫോണിൽ കുറച്ച് വണ്ണം കൂട്ടിയിട്ട് ആനിമേഷൻ കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം വന്നില്ല. ഇപ്പം ഒപ്റ്റിമൈസ് ചെയ്ത് അടുത്ത ബേറ്റയിൽ ഇറങ്ങുമല്ലോ, അന്നേരം എന്തെല്ലാം മാറ്റം വരുന്ന അറിയില്ല. ഇപ്പം കറൻ്റ്ലി ഒന്നും വന്നിട്ടില്ല. അവിടെ ആനിമേഷൻ കൊണ്ടുവന്നതേ ഉള്ളൂ. പിന്നെ ആപ്പിൾ ഇക്കോസിസ്റ്റമായിട്ട് നല്ലോണം ഇൻ്റർകണക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഷവോമീൻ്റെ ഫോൺ അവരെ മാക്കിൽ വരെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പോരാതെന്ന് വെച്ചാൽ വിൻഡോസ് യൂസേഴ്സിന് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് അതൊന്നും വന്നില്ല. അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉള്ളത് തന്നെയാണ്. അത് വിൻഡോസിലേക്ക് മാറാനുള്ള അതായത് കംപ്ലീറ്റ് സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അത് വിൻഡോസ് ആയിട്ടുള്ള ടൈപ്പിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ ഷവോമീൻ്റെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. ഓൾറെഡി ഇപ്പോഴേ നിങ്ങൾക്ക് അവരെ ഹൈപ്പർ കണക്റ്റ് ഉണ്ടെങ്കിൽ ഹൈപ്പർ മിൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർകണക്റ്റ്, ചൈനയിൽ ഹൈപ്പർ കണക്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർ മിൻറ്റ്. ഇതെല്ലാം നമ്മുടെ ഗ്ലോബൽ ഇൻ്റർകണക്റ്റിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ കണക്റ്റിവിറ്റി, ഈ രണ്ട് പേരിലാണ് പറയുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്പുറം ഇപ്പുറം സ്ക്രീൻ ഷെയർ ചെയ്യുക, അവരെല്ലാം കോപ്പി ചെയ്താൽ എല്ലാം നമ്മൾ ചെയ്യുക. സെറ്റപ്പ് കോൾ എടുക്കുക, എല്ലാ ഓപ്ഷനും തുടങ്ങിയതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ സാധനങ്ങൾക്ക് അപ്പുറം ഷെയർ ചെയ്യും. പിന്നെ പോരാതെന്ന് വെച്ചാൽ ഷവോമീൻ്റെ ഫോണ്
ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഐഫോൺ 16 പ്രോ മാക്സോ തുടങ്ങിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ ആ ഫോണിൽ കൺവേർട്ട് ഇതാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന മെസ്സേജ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുത്ത് നോക്കാനും പറ്റും. പിന്നെ എല്ലാ ഓപ്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. നല്ലൊരു ഇൻറ്റഗ്രേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ വെച്ചാൽ നോട്ട് ചെയ്ത കണ്ടില്ല, അതാണ് ഈ സംഭവം. അത് നമുക്കിപ്പുറം കാണിക്കും അവിടെ വരുന്ന നോട്ടിഫിക്കേഷൻ. അതിൻ്റെ കണക്ടിവിറ്റീൻ്റെ ഒരു ഇതാണ് അതിൻ്റെ കണക്ടിവിറ്റി, അതിൻ്റെ ലോഗോ തുടങ്ങിയതെല്ലാം. ഷോമി ക്ലൗഡ് ആൽബം, വൺ ക്ലിക്ക് കണക്ഷൻ, ഹോട്ട്സ്പോട്ട്. പിന്നെ എന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ നമുക്ക് ഷോമിയുടെ ഡിവൈസ് ഇപ്പോൾ സെർച്ച് ചെയ്ത് കാണാം. അതായത് ഫോൺ ഇപ്പോൾ ഓഫാക്കി വെച്ചാലും നമുക്ക് അതിനെ ഫൈൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഷോമി. അത് നല്ലൊരു കാര്യം തന്നെ. പിന്നെയെന്ന് വെച്ചാൽ അടുത്തൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഹൈപ്പർ സെക്കൻഡ് സ്പേസ് ഇല്ലേ, അതായത് ഫോണിൻ്റെ ഉള്ളിലൊരു ഫോൺ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം. അതായത് വെർച്വൽ കണക്റ്റ് പോലെ തന്നെ വെർച്വൽ മെഷീൻ നമ്മൾക്കിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ ഇതാക്കുന്ന പോലെ തന്നെ അവരെ സെക്കൻഡ് സ്പേസ്, സാംസങ്ങിൽ ഇപ്പോൾ സെക്യൂർ ഫോൾഡർ, ഇപ്പോൾ സെക്കൻഡ് സ്പേസ് എന്ന് വിളിക്കുന്നത്. അത് കുറച്ച് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് അടക്കം ആടാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് സ്പേസിലേക്ക് വന്നിട്ടാകുമ്പോൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കേണ്ട ഒരു ഫീച്ചർ ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ ഡാറ്റ നമുക്ക് മാറ്റേണ്ട ഒരു ഓപ്ഷനൊന്നും അവർ കൊടുക്കുന്നില്ല. അത് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആൻഡ്രോയിഡിൽ കാണുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ യൂസേഴ്സ്, അതിനൊരു പേര് പറയല്ലോ, ഞാൻ മറന്നുപോയി. ഒരു യൂസർ ആഡ് യൂസർ, അയ്യോ അതന്നെ, അതുപോലെ തന്നെയാണ് സെക്കൻഡ് സ്പേസ്. അത് ഓൾറെഡി ഹൈപ്പർവൈസ് 2 കിട്ടും. ആ 2 ഓപ്ഷനും ഉണ്ട്. ഹൈപ്പർവൈസ് 1 നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് കിട്ടണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ നിങ്ങൾ ഫസ്റ്റ് ബിൽഡ് നമ്പർ ടാപ്പ് ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് അഡീഷണൽ സെറ്റിങ്സിൽ പോയി ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കിയതിന് ശേഷം സ്ക്രോൾ ചെയ്തിട്ട് MIUI ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യണം. അത് ടേൺ ഓഫ് ചെയ്താൽ പിന്നെ ഹൈപ്പർവൈസിൻ്റെ ഓരോ ആനിമേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എല്ലാം ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ആയിരിക്കും. ആപ്പ് ഇൻഫോ എല്ലാം കാണുമ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഹൈപ്പർ ഒപ്റ്റിമൈസേഷൻ അവിടെ നമ്മുടെ പോയി കിട്ടും. അപ്പോൾ അത് ഫസ്റ്റ് മനസ്സിൽ വേണം. എന്നിട്ട് നിങ്ങൾക്ക് അതല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് അവിടെ വീണ്ടും വരും ഓണാക്കിയാൽ, അതിൽ ഓഫാക്കി വെച്ചാൽ. അത് പിന്നെ എൻഹാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ വർക്ക്, ഇത് നമുക്ക് ഇന്ത്യൻ യൂസേഴ്സിനൊന്നും കിട്ടൂല. ഇത് ചൈനീസ് യൂസേഴ്സിന് മാത്രമുള്ളതാണ്. ഇന്ത്യയിലേക്ക് ഇതിൻ്റെ ഗ്ലോബലിലേക്ക് വരുമ്പോൾ അതിൻ്റെ വേറെ എന്തെങ്കിലും ടൈപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലൗഡിൻ്റെ ആണ്. ഈ സാധനം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്. ബട്ട് നമുക്ക് ഗ്ലോബൽ യൂസേഴ്സിന് വന്നിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഓഫാക്കുന്ന അത് ഹൈപ്പർവൈസ് ലോഞ്ചറിൽ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു ഐക്കൺ പ്ലേസ് ചെയ്യുക ഇതിനായിട്ട് അവർ. അത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഹൈപ്പർവൈസ് 3 ലോഞ്ചറിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യുക. ഹൈപ്പർവൈസ് 3 ലോഞ്ചർ ഹൈപ്പർവൈസ് 2.2 ഡിവൈസിലാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അല്ലാത്ത ഡിവൈസ് ആണെങ്കിൽ ക്രാഷ് ആവും എന്നൊരു ഇഷ്യൂ ഉണ്ട്. ബട്ട് അത് നിങ്ങൾ അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ്സ് സെറ്റിങ്സിൽ പോയിട്ട് ആപ്സിൽ പോയാൽ കിട്ടും. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഷോമിൻ്റെ അക്കൗണ്ട് തുടങ്ങിയതെല്ലാം ഡബിൾ പ്രൊട്ടക്ഷൻ. ഇത് ഫസ്റ്റ് ഡിവൈസ്, അതായത് ഷോമി 15 Ultra, 15S Pro, 15 Pro, 15S Pro എന്ന് പറഞ്ഞ ഡിവൈസിന് ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഉണ്ട്. അത് 15S Pro എന്ന് പറഞ്ഞ ഡിവൈസ് എങ്ങനെ വരുന്നത്, ഷോമിൻ്റെ സ്വന്തം, അതായത് അവരുണ്ടാക്കിയ ചിപ്പ് സെറ്റിലാണ് വരുന്നത്. ഷോമി X-Ring O1 എന്ന് പറഞ്ഞ ചിപ്പിൽ, ആ ചിപ്പുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഷോമിൻ്റെ കാറിൻ്റെ അടുത്ത് പോയിട്ട് അവർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഫോണൊന്ന് ഷെയ്ക്ക് ചെയ്താൽ അതിൻ്റെ അകത്തോട്ട് ഗസ്റ്റേഴ്സ് ഓൺ ആക്കണ്ട. അത് ഓണാക്കിയാൽ നിങ്ങൾക്ക് അപ്പാട് ഫോൺ അല്ല കാർ സ്റ്റാർട്ടായെന്ന് കാണാൻ പറ്റും. അതേ അവസരം നിങ്ങൾക്ക് 15 Ultra എടുത്തിട്ട് പോയാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവിടെ ചിപ്പ് മാറി, അതവിടെ സ്നാപ്ഡ്രാഗനാണ് ചിപ്പ് വരുന്നത്. ആ ഒരു നല്ല ചിപ്പിൻ്റെ ഒരു ഇൻ്റർ കണക്ടിവിറ്റിയും ആ കാറിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അത് അവർ 15 Ultrയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെയും ഡാറ്റ അവരിതാക്കിയ ലീക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ഫോൺ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ഓഫാക്കുന്ന സമയം എന്ന് വെച്ചാൽ, ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ഓഫാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളോട് ഒരു പാസ്വേഡ് ഒന്നും ചോദിക്കില്ല. പക്ഷേ യൂസേഴ്സിനെല്ലാം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ യൂസേഴ്സിന് അവരെ ഫ്ലാഗ്ഷിപ്പിൽ ചോദിക്കുന്നുണ്ടാവും. ബട്ട് നോട്ട് മിഡ് റേഞ്ച് ഡിവൈസിലൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും എനിക്ക് ആ ഫീച്ചർ ഇല്ല, എന്തായാലും പറയാനോ ആയിക്കോട്ടെ. അവർ ആ ഒരു ഓപ്ഷനും കൊണ്ടുവരുന്നുണ്ട്. ഓൾറെഡി അതെല്ലാം ലോഞ്ച്ഡ് ആണ്. ഹൈപ്പർവൈസ് 1.5 ആ ഫീച്ചർ ഉണ്ട്. അതൊന്നും നമുക്ക് ഗ്ലോബലിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അവർ അൾട്രാ ഫോണിൽ ആ ഫീച്ചർ ഉണ്ട്. ഈ മിഡ് റേഞ്ചിലൊന്നും അവർ കൊണ്ടുവരില്ല. അതിലല്ലേ തരേണ്ടത്. ഇതെല്ലാം ആരെങ്കിലും എടുത്ത് അടിച്ചു മാറ്റി പോകുന്നതാണെങ്കിൽ തന്നെ ഓഹോ ഇപ്പോൾ ഓഫാക്കി വെക്കുന്നതാണെങ്കിൽ ഓഫാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൊടുക്കേണ്ടി വരികയും. അപ്പോൾ ഈ തുടങ്ങിയത് പിന്നെ പാഡ് 7 Ultra
അത് ഇതിൻ്റെ അകത്താണ് ഇപ്പം ബേറ്റ കറൻ്റ്ലി റൺ ആവുന്ന ഡിവൈസ്. 15 പ്രോയിൽ അവരെ കുറച്ചും കൂടി അവരെ ചിപ്സെറ്റ് ആയതുകൊണ്ട് അവരുടേതായ ഒരു കുറച്ച് അൽഗോരിത്തംസ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. Pro 15 Pro എന്ന് പറയുന്ന ഡിവൈസ് ആക്ച്വലി ഗുഡ് ചിപ്സെറ്റ് ആണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നല്ലോണം ഹീറ്റിംഗ് ഒന്നും ആ ചിപ്സെറ്റിനെ ഇല്ല. പക്ഷേ എങ്ങനെ അറിയില്ല, കുറേ യൂസേഴ്സ് അല്ല കുറേ ആൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ കണക്കത്ത് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ എല്ലാമാണ് കുറേ ആൾ പറയുന്നത്. ഇന്ത്യയിൽ കൊണ്ടുവന്ന എല്ലാവരും ഹീറ്റിംഗ് ഫേസ് ചെയ്ത് കുറച്ച് ആൾ, ചിലവർ പറയുന്നത് ഹീറ്റിംഗ് ഇല്ല, അങ്ങനെയെല്ലാം പറയുന്ന ടീമുണ്ട്. പക്ഷെ ചിപ്സെറ്റ് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഹീറ്റിംഗ് കുറഞ്ഞ ചിപ്സെറ്റാണ്. പിന്നെ 15 Pro നമുക്കായിരിക്കും ഈ ഗ്ലോബലിൽ ലോഞ്ച് നടന്നിട്ടില്ല. 15 ഉണ്ടായി ഗ്ലോബലിൽ. ഇപ്രാവശ്യം ഇറങ്ങുന്ന സമയം 16 ഇറങ്ങും, 16 Pro, 16 Ultra, 16 Pro Max എന്ന് പറഞ്ഞിട്ടൊരു ഫോണ് ഷവോമി 15 Ultra Pro Max എന്നെങ്ങാട്ടും പറഞ്ഞ ഒരു പേരിൽ ഒരു എക്സ്ട്രാ ഫോൺ കാണുമെന്ന് പറയുന്നുണ്ട്. അതെന്തായാലും ഫോൺ അടുപ്പിച്ച് ഞാൻ ലോഞ്ചിൽ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും അങ്ങനെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഇതാ ഇതവരെ ടി വിയിലേക്ക് കൊടുക്കുന്നത്. ഇതവരെ അത് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ 30 ബേറ്റയാണ്. ഇപ്പോൾ സ്റ്റേബിൾ ആയില്ല. സ്റ്റേബിൾ ഇവരെ 15 ചൈനയിലല്ലേ 16 15 തന്നെ പറഞ്ഞു. 16 സീരീസ് അവതരിപ്പിക്കുമ്പോൾ അന്നായിരിക്കും എനിക്കൊന്ന് സ്റ്റേബിൾ അപ്ഡേറ്റ് റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആ ദിവസം മുതലായിരിക്കും തുടങ്ങുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഗ്ലോബലിലേക്ക് എത്തുന്ന സമയം അതിന് മുന്നേ വേണമെങ്കിൽ അവർ അൾട്രാ ഡിവൈസിന് ആ സീരീസിലെ ഫ്ലാഗ്ഷിപ്പ് മോഡലിന് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ അവർക്കെന്ന് വെച്ചാൽ 15 അൾട്ര അല്ല 16 സീരീസ് ലോഞ്ച് ചെയ്തിട്ടാകുമ്പോൾ ആയിരിക്കും അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റേബിൾ അപ്ഡേറ്റ്. ഇപ്പോൾ ഓൾറെഡി ബേറ്റ ആൻഡ്രോയിഡ് 16 ഹൈപ്പർ ഓയിസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് 2.2 ബേസിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഷവോമിൻ്റെ ഇൻ്റർ കണക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം. അതായത് ഹൈപ്പർ മിൻറ്റ് എന്നടക്കം ഇവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് തരാം. ഇതാണ് അവരുടെ ഇക്കോ സിസ്റ്റം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് നിങ്ങളിപ്പോൾ അവരെ ടി വി തുടങ്ങിയ സാധനമെല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫോണിൻ്റെ കൺട്രോൾ സെൻറ്റർ വിളിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഫോൺ വലിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ഹബ്ബ് അങ്ങനെ കേട്ടാ തോന്നുന്നു പേര്. ആ ഹബ്ബിൽ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഡിവൈസ് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അവരുടെ ഗ്ലോബലിൽ ഇറങ്ങിയതെല്ലാം നിങ്ങൾക്ക് അവരെ ഇക്കോ സിസ്റ്റം വീട്ടിലുണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ബട്ട് ചൈനീസ് യൂസേഴ്സിന് എക്സ്ട്രാ അവരെ കാർഡൊക്കെ ഉള്ള കുറേ സാധനം ഉണ്ട്. അത് തേച്ച് അവർക്ക് എണ്ണ ആഡ് ചെയ്യുക. കണ്ടമാനം പ്രൊഡക്ട്സ് ഉണ്ട് ഷവോമിക്ക്. അപ്പോൾ അത് തെച്ചും ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യാന്നല്ല, കസ്റ്റമൈസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ടി വിയിൽ നിങ്ങൾ പാട്ട് വെച്ച് നേരെ നിങ്ങൾക്ക് ടി വിയിൽ പാട്ട് വേണ്ട, നേരെ ഡ്രാഗ് ചെയ്തിട്ട് നേരെ ഫോണിലേക്ക് കൊണ്ടിട്ടാൽ ഫോൺ. പിന്നെ അവരെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ എല്ലാം പക്ഷേ സെയിം വൈഫൈയിലായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. കാറിൽ കൊണ്ടിടുക. എല്ലാ ഓപ്ഷൻ എല്ലാം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലാണ് നടക്കുന്നത്. നല്ലോണം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അവരിതാ. ഇക്കോ സിസ്റ്റത്തിനെ പറ്റി കാണിക്കുന്നതാണ് അവർ. അത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതാ വാച്ചിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. വാച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ലേ ഈ ഫീച്ചർ, അതായത് നമുക്ക് ഡിവൈസിനെ ആഡ് ചെയ്തിട്ട് ഈടുന്ന് കസ്റ്റമൈസ് ചെയ്യേണ്ട ഓപ്ഷൻ ചൈനീസ് യൂസേഴ്സിനും ഇല്ല, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഇപ്പം കിട്ടിയായിരിക്കും അവർക്ക്. ഹൈപ്പർഎസ് 2.2ൻ്റെ അപ്ഡേറ്റിൽ അത് റോൾ ഔട്ട് തുടങ്ങിയിട്ടുണ്ട് ചൈനയിൽ. നമുക്കില്ല. നമുക്ക് ഇപ്പോൾ ഹൈപ്പർഎസ് 3യിൽ അത് വരും, പേടിക്കണ്ട. അതെല്ലാം എന്തായാലും ഗ്ലോബലിൽ കാണും. നമുക്കത് വരും ഇൻ്റർ കണക്ടിവിറ്റി ആയിട്ട്. ഇത് പിന്നെ അറിയാലോ അവരെ നമുക്ക് വീഡിയോ കോളിലും വിളിച്ചിട്ടാകുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്രോസ് ഡിവൈസ് സ്കാനർ. അത് ഞാൻ പറയേണ്ട 5.55 കാര്യങ്ങൾ. പിന്നെ എന്ന് വെച്ചാൽ ഈ ചാർജിങ്ങിൻ്റെ ആനിമേഷൻ, അതായത് ഈ സ്ക്രീനും മേലെ കവർ ചെയ്യുന്നത് അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനെന്നാ അവരെ ഷവോമി ഐലൻഡിലേക്ക് മാത്രമായിട്ടുള്ളൊരു സ്വിച്ചിൽ ചാർജിങ് ആനിമേഷൻ ഡിവൈസ് ഓണായ സമയം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ എന്ത് ചേഞ്ചാന്ന് വെച്ചാൽ അവരെ പുതുതായിട്ട് എന്ന് വെച്ചാൽ അവരെ ഷവോമീൻ്റെ പാഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ലാപ്ടോപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെറ്റ് കിട്ടാൻ വേണ്ടി, ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പുതിയൊരു ഡെസ്ക്ടോപ്പ് മോഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് ഡിഫറൻസ്, ഒരു മൊബൈൽ ടച്ചിൻ്റെ ഒരു ഫീലുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ്, അത് ബാറ്റയാണ്. സ്റ്റേബിൾ വന്നില്ല. ഞാൻ വന്നിട്ടാകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സ്ക്രീൻ പ്രൊജക്ഷൻ ഇതാ ഞാൻ പറഞ്ഞത്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യുക. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. വേറബിൾ ക്ലസ്റ്റർ കൺട്രോൾ, അതായത് നിങ്ങൾക്ക് ഷവോമിൻ്റെ ഇതുണ്ടെങ്കിൽ, അതായത് ലാമ്പ് തുടങ്ങിയതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് വെച്ചിട്ട് നമ്മൾ ആപ്പിൾ വാച്ചിൽ നിങ്ങളിങ്ങനെ ജസ്റ്റ് കാണില്ലേ കൈ രണ്ട് താഴോട്ടേക്കും മുകളിലോട്ടേക്കെല്ലാം ഇതാക്കുന്നില്ലേ, അതുപോലെ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ആക്കിയിട്ടാകുമ്പോൾ അത് ഓഫാവും ഓണാവും എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആപ്സ് ഫ്ലോ ഇതാണ് ആനിമേഷൻ കണ്ട, ആ സ്റ്റിക്കർ പോകുന്ന പോലെ അങ്ങ് പോകുന്നതാ. എൻആർസി ഏരിയ കണ്ട ഇതാണ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ആനിമേഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാണ്.
ആപ്ലിക്കേഷൻ്റെ പുതിയ ഐക്കണും കാര്യങ്ങളെല്ലാം ക്രോസ് ഡിവൈസ് ക്ലിപ്പ് ബോർഡ്, അതായത് നിങ്ങൾക്ക് ഷവോമിയുടെ ടാബിൽ കോപ്പി ചെയ്ത സമയം അവരെ ഫോണിൽ പേസ്റ്റ് ചെയ്യുക, ഫോണിൽ കോപ്പി ചെയ്ത് ലാപ്ടോപ്പ് ഫേസ് ചെയ്യുക, ടി വിയിൽ കൊണ്ടുവരിക, ഏത് അവരെ പ്രൊഡക്റ്റും കോപ്പിയും പേസ്റ്റും ചെയ്യാൻ പറ്റി എല്ലാത്തിലും ഇടാം. അതിപ്പോൾ കോൾ വിളിച്ചാലായാലും എന്തും നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം മാറ്റി മറിച്ച് വിടേണ്ട ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ആപ്പിൾ ഇക്കോ സിസ്റ്റം പോലെ അവർ നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി ഉണ്ട്. അവരുടെ ഡിവൈസ് തെച്ച് ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടും. ബട്ട് സെയിം വൈഫൈ നെറ്റ്വർക്കിലാണെങ്കിൽ അതന്നെയല്ലേ വർക്ക് ചെയ്യൂ. പിന്നെ ഷവോമിൻ്റെ ഷെയർ അവർ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ആനിമേഷൻ. അത് സെൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ഇത് ഷോർട്ടായിട്ട് ഞാൻ വേണം കിട്ടുതരാം. ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കാണിച്ചു തരാം. അത് വെച്ച് നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഇതെല്ലാം ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് എക്സ്ട്രാ അവർ ആക്സസ് സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ മേലെ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പാട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്കവിടെ കാസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ കാസ്റ്റ് സൗണ്ട് കുറക്കാൻ കൂട്ടാൻ എല്ലാം ഉണ്ട്. പിന്നെ പ്ലേ പോസ് പിന്നെ ഇപ്പോൾ സ്കിപ്പ് എല്ലാ ഓപ്ഷനും ഉണ്ട്. പാട്ട് കഴിഞ്ഞിട്ട് മാറ്റാണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആപ്പിളിലേക്ക് ഇത് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്രാവശ്യമാണ് അവർ ആപ്പിളിലേക്ക് കണക്ട് ഞാൻ പറഞ്ഞത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇത് നോക്കിയതാണ്, കണ്ടിട്ടില്ല. ഷവോമി വിൻഡോസിൻ്റെ കണക്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ബേറ്റ അവർ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഈ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ. ഞാൻ ഇപ്പാണ് ഇത് കണ്ടത്. ഇത് പക്ഷേ അവരെ ലാപ്ടോപ്പിൻ്റെ അവരെ ലാപ്ടോപ്പുള്ളവർക്ക് ഇതല്ല, ഡയറക്റ്റ് കയറാം. അല്ലാത്തവർക്കും കൂടിയിട്ടാണ് അവരത് കൊണ്ടുവരുന്നത്. ഷവോമിൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കാത്തവർക്കും കൂടിയുള്ള ആക്സസ് ആയിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് അവരുടെ ഡിവൈസ് എന്ത് വേണമെങ്കിലും ഏതൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൻ്റെ. ഇപ്പോൾ ലാമ്പ് കണക്ട് ചെയ്യുക, ലൈറ്റ് കുറക്കാൻ കൂട്ടാൻ അവർ ഇക്കോ സിസ്റ്റം അതത്രേ പറയും. ഞാൻ കുറേ സമയം ഇക്കോ സിസ്റ്റം പറഞ്ഞതിന് അതൊന്നും കണക്കൊന്നുമില്ല. വീഡിയോ കുറേ ലെങ്തായി. ബട്ട് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. ഇത് പിന്നെ അവരെ കാര്യങ്ങളെല്ലാം പിന്നെ ഒരു വാച്ച് നോക്കിയാൽ മതി. ഇതാണ് ഷവോമിൻ്റെ കമ്പ്യൂട്ടർ മാനേജർ. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ മാക് ഡിവൈസിനും എല്ലാത്തിനും സപ്പോർട്ടാണ്. സോ ഇത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി HyperOS 3ൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിട്ടാകുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെയെന്ന് വെച്ചാൽ ഷവോമിൻ്റെ കോൾ ഡയലറിൽ മാറ്റമുണ്ട്, ഇൻ്റർഫേസെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണം ചൈനീസ് വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്ലോബൽ യൂസേഴ്സിന് പറ്റില്ല. ഇന്ത്യൻ യൂസേഴ്സിനും ഇന്തോനേഷ്യ യൂസേഴ്സിനെ അവൈലബിൾ ഉള്ളൂ. ഈ ഷവോമിൻ്റെ ഡയലർ ഗ്ലോബൽ യൂസേഴ്സിനൊന്നുമില്ല. ഗ്ലോബൽ യൂസേഴ്സിനും അവൈലബിൾ അല്ല. ഗൂഗിൾ ഡയലറേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് റൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഫാസ്റ്റ് ബൂട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ആ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്കിപ്പോൾ HyperOSനെ കുറിച്ച് പറയാൻ. ബേറ്റയിൽ വന്ന കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. ഇനി എന്താ ഫീച്ചർ ഇതാക്കുന്നതെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞുതരാം. അതായത് അവരെ പ്രിവസിൻ്റെത് കുറച്ച് ഇരുന്ന് വായിക്കാനാണ്. അത് ഞാൻ ജസ്റ്റ് എല്ലാം ചൈനയിൽ തന്നെ എന്തെല്ലോന്ന് ഞങ്ങൾക്ക് ചൈന അറിയണ്ടേ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്യാൻ ആളൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താലും എനിക്കൊരു അത്യാവശ്യം ഒരു ഗ്രോത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. സി യു. ഗുഡ് ബൈ. ഓക്കെ.